ബാലിയിലൂടെയുള്ള സഞ്ചാരമധ്യേ ഗുനുങ്കാവി എന്ന ഒരു പ്രദേശത്തെത്തിയിരിക്കുകയാണ്. കുന്നിറങ്ങി നമ്മൾ താഴേക്ക് നടക്കുകയാണെങ്കിലും നെൽപ്പാടങ്ങൾ കടന്നാണ് പോകുന്നത്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന തട്ടുതിരിച്ച നെൽപ്പാടങ്ങൾ. വിദേശ ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളും ഉല്ലാസ സ്ഥലങ്ങളുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരം കാണാം. താഴ്വാരത്തും തട്ടുതിരിച്ച പാടങ്ങളാണ്, നെൽവയലുകളാണ്. അതിനപ്പുറം മലനിരകൾ. ഈ ഭൂപ്രകൃതി കാണുമ്പോൾ കേരളത്തിലെ ഏതോ ഒരു മലയോര ഗ്രാമത്തിൽ ചെന്ന് നോക്കുകയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ പക്ഷേ ടെറസ് ഫാമിംഗ് നടക്കുന്ന ഇത്തരം നെൽവയലുകൾ നമ്മൾ കാണില്ല. ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ചെറിയ അരുവികൾ ഈ ബാലിയുടെ ഉൾനാടുകളിലെ ഓരോ ഗ്രാമത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതിൽ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് പാടങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതും കാണാം. ഗുനുങ്കാവി കോംപ്ലക്സിലേക്ക് ഇനിയും കുറച്ച് ദൂരം താഴേക്ക് നടക്കാനുണ്ട്. നമ്മളേറെ ദൂരം നടന്നിറങ്ങിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അകലെ കാണുന്നതാണ് ഗുനുങ്കാവിയിലെ ക്ഷേത്ര കോംപ്ലക്സ്. അങ്ങോട്ടേക്ക് ഞാൻ നടന്നിറങ്ങുന്നത് രണ്ടു വശത്തും തിട്ടയായി നിൽക്കുന്ന ചെങ്കല്ലിൻ്റെ ഒരു ഇടവഴിയിലൂടെയാണ്. വെട്ടുകല്ല് അരിഞ്ഞിറക്കി ഉണ്ടാക്കിയ ഒരു പാത. ഈ ഗുനുങ്കാവി എന്ന് പറയുന്നത് 10 ചെറു ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സാണ്. വാലി ഓഫ് ദ ബാലിനീസ് കിങ്സ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വര അവരുടെ സംസ്കാര സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ മൃതദേഹം സംസ്കരിച്ചതിൻ്റെ സൂചനകളൊന്നുമില്ല. നമ്മൾ നടന്ന് ആ മലഞ്ചെരിവിൻ്റെ താഴ്വാര ഭാഗത്തേക്ക് എത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന പാത കാണാം. അതിൻ്റെ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഗുനുങ്കാവി ക്ഷേത്ര കോംപ്ലക്സിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തും. ആദ്യം പടിഞ്ഞാറ് ഭാഗത്തെ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ആദിമകാലത്ത് സന്യാസിമാർ ധ്യാനമിരുന്നിരുന്ന ഗുഹകളാണിതൊക്കെ. കുറച്ച് അകലെയായിട്ട് ആ ശിലാഭിത്തിയിൽ കൊത്തിയെടുത്ത ക്ഷേത്ര മുഖപ്പുകൾ കാണാം. ഇതെല്ലാം ബാലി ഭരിച്ചിരുന്ന ഉദയന രാജാവിൻ്റെയും രാജ്ഞിമാരുടെയും സ്മരണയ്ക്കായി നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ചില ഗവേഷകർ കരുതുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്തെ നിർമ്മിതികൾ രാജാവിൻ്റെ വെപ്പാട്ടിമാർക്കോ പ്രാധാന്യം കുറഞ്ഞ റാണിമാർക്കോ വേണ്ടിയുള്ളതാണെന്നാണ്. ഇന്ത്യയിൽ കാണുന്ന ചില ഗുഹാക്ഷേത്രങ്ങളോട് സാമ്യമുള്ളവയാണ് ഗുനുങ്കാവിയിലെ ഈ ക്ഷേത്രങ്ങളും. ഉദയന രാജാവിൻ്റെയും ഭാര്യമാരുടെയും സ്മാരകങ്ങൾ ഈ കോംപ്ലക്സിൻ്റെ കിഴക്ക് ഭാഗത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ചരിത്ര സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും പുരാവസ്തു ഗവേഷകർക്കും വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ നിർമ്മിതികളെല്ലാം 11ാം നൂറ്റാണ്ടിലേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഉദയന രാജാവിൻ്റെ സ്മരണയ്ക്കായിട്ടാണെന്നുള്ള ചില ശിലാലിഖിതങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കുറേയേറെ അകലെ മറ്റേതോ ഒരു സ്ഥലത്താണെന്നും പറയപ്പെടുന്നു. നമ്മളിപ്പോൾ കിഴക്കു ഭാഗത്തെ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ അടിവാരത്തേക്ക് എത്തിയിരിക്കുന്നു. ആ അടിവാരത്ത് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പക്കരിസാൻ എന്ന് പറയുന്നൊരു നദിയാണിത്. നദി എന്നാണ് ഇവർ വിളിക്കുന്നതെങ്കിൽ ഒരു അരുവിയോളേ ഉള്ളൂ. അവിടെ നിന്ന് കയറി ചെല്ലുന്നത് കിഴക്കു ഭാഗത്തെ ക്ഷേത്ര കോംപ്ലക്സിലേക്കാണ്. മല ഇറങ്ങിയും കയറിയും നമ്മൾ ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വിശ്വസനീയമായ ചില ചരിത്രരേഖകളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ബാലി ഭരിച്ചിരുന്ന ഉദയന രാജാവ് ജാവയിലെ ശ്രീവിജയ രാജവംശത്തിൽ നിന്നും മഹേന്ദ്രദത്ത എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കളുണ്ടായി. ഏർലങ്കയും അനഘുവുങ്സുവും മാറാഗത പങ്കജയും. ഏർലങ്ക പിന്നീട് തെക്കൻ ജാവയുടെ രാജാവായി. അനഘുവുങ്സു അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബാലിയിലെ ഭരണം നടത്തി. ഇക്കാലത്താണ് ഗുനുങ്കാവി ടെമ്പിൾ കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഉദയന രാജാവിൻ്റെ മരണത്തോടെയായിരിക്കാം അതെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു. അക്കാലത്ത് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷയിലുള്ള ഒരു ലിഖിതം ഇവിടുത്തെ പാറകളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഗുനുങ്കാവി ക്ഷേത്രം ഉദയന രാജാവിൻ്റെ വിശ്രമസ്ഥാനമാണെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അതേസമയം രാജാവിനെ സംസ്കരിച്ചിരിക്കുന്നത് ജാലു എന്ന സ്ഥലത്താണെന്നും ലിഖിതങ്ങളിലുണ്ട്. നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ഇപ്പോൾ ഈ ഗുനുങ്കാവി പ്രദേശം. അതിലെ പുരാതന ക്ഷേത്രങ്ങളേത്, അടുത്ത കാലത്ത് നിർമ്മിച്ചതേത് എന്നൊന്നും നമുക്കിപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. നിരവധി മണ്ഡപങ്ങളും നിരവധി എടുപ്പുകളും ഗോപുരങ്ങളും ഒക്കെയായുള്ള നിർമ്മിതി. ബാലിയിലെ സാധാരണ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ തന്നെയാണത്. പുല്ലുമേഞ്ഞ മേൽക്കൂര, തടിയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളോടുകൂടിയ മച്ചും ഉത്തരവുമൊക്കെ, ലാവക്കല്ലുകൊണ്ട് നിർമ്മിച്ച അടിഭാഗം, അതൊക്കെ പായൽ പിടിച്ചും പഴകിയും ആ പുരാതന ഭാവം ഒന്നുകൂടി നമുക്ക് വെളിവാക്കി തരികയാണ്. നിരവധി ക്ഷേത്രങ്ങളുടെ കോംപ്ലക്സാണിത്. ചെറിയ ചെറിയ മണ്ഡപങ്ങളും അവിടെ ഇവിടെ കാണാം. ആ ചെറിയ എടുപ്പുകളുടെയും മണ്ഡപങ്ങളുടെയും ഒക്കെ പിന്നിൽ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രങ്ങളാണ് 11ാം നൂറ്റാണ്ടിലെ നിർമ്മിതികൾ. ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ചില ഗുഹകൾ ഇവിടെ ഉണ്ടായിരുന്നെന്നും ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. ഹിന്ദു സന്യാസിമാർ അക്കാലത്ത് ധ്യാനമിരുന്നിരുന്ന ഗുഹകളായിരുന്നു അവയൊക്കെ.
പിന്നീടാണ് ഉദയനരാജാവിൻ്റെ രണ്ടാമത്തെ മകൻ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. പിതാവിൻ്റെ ഓർമ്മ നിലനിർത്താനും ജനങ്ങൾ അദ്ദേഹത്തെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നതിനും വേണ്ടിയാണ് ആദ്യത്തെ ഗുഹാക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതുന്നു. കിഴക്ക് ഭാഗത്ത് മലമുകളിലുള്ള ക്ഷേത്ര കോംപ്ലക്സിൽ നിന്ന് ഒരു മതിൽ കടന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അവിടെ ചെറിയൊരു കുളമുണ്ട്, ഒരു തീർത്ഥക്കുളം. അതിൻ്റെ പിന്നിലെ പാറയിൽ 5 ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നതും കാണാം. ഈ 5 ക്ഷേത്രങ്ങളുടെ കോംപ്ലക്സാണ് ഉദയനരാജാവിൻ്റെയും രാജ്ഞിമാരുടെയും സ്മരണയ്ക്കായി നിർമ്മിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഉദയന രാജകുടുംബത്തിൻ്റെ കാലശേഷം ഇത് രാജകുടുംബത്തിൻ്റെ സംസ്കാര സ്ഥലമായി മാറുകയായിരുന്നു. പിന്നീട് പല കാലങ്ങളിലായി ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ സമീപങ്ങളിൽ പലയിടത്തും ഗുഹകൾ തുരന്നെടുത്തിട്ടുണ്ട്. സന്യാസിമാർക്ക് ധ്യാനമിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു അതെല്ലാം. 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ഈ ഗുഹാക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഉദയന രാജവംശത്തിൻ്റെ പതനത്തിന് ശേഷം നൂറ്റാണ്ടുകളോളം ഗുഹാക്ഷേത്രങ്ങളെല്ലാം കാട് മൂടിക്കിടന്നു. ആ സമയത്ത് ഈ നിർമ്മിതികൾ ഇവിടെയുള്ള കാര്യം ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിലും അവർ ഇവിടേക്ക് വരാൻ ഭയപ്പെട്ടു. രാജകുടുംബാംഗങ്ങളുടെ ആത്മാവ് അലഞ്ഞു നടക്കുന്ന ഒരിടമായിട്ട് ഈ താഴ്വാര അറിയപ്പെടുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഈ മനോഹര നിർമ്മിതികളെക്കുറിച്ച് ചില ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ബാലിക്കാരുടെ വിശ്വാസങ്ങളുള്ള കെബോ എന്ന രാക്ഷസനാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഒരൈതിഹ്യം. ഒരൊറ്റ രാത്രിയിൽ തൻ്റെ നീണ്ട നഖങ്ങൾ കൊണ്ട് കോറിയാണ് രാക്ഷസൻ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതത്രേ. വിചിത്ര വിശ്വാസങ്ങളുടെ നാടാണല്ലോ ബാലി. പുതിയ കാലത്ത് പണിയുന്ന കടകളുടെ പോലും നിർമ്മാണം ട്രഡീഷണൽ ശൈലിയിലാണെന്ന് ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ബാലിയിലെ ടൂറിസത്തിന് അത് അത്യാവശ്യവുമാണ്. വസ്ത്രങ്ങളും സുവനീറുകളും സമ്മാനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകൾ രാവിലെ തുറന്നു കഴിഞ്ഞു. പക്ഷേ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടില്ല. ഒരു 10:30 ആകണം ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങാൻ. 400ഓളം സ്റ്റെപ്പുകൾ കയറിയെങ്കിൽ മാത്രമേ എനിക്ക് ഇനി തിരിച്ച് കാറ് പാർക്ക് ചെയ്യുന്നിടത്തെത്താൻ പറ്റൂ. ഈ മലഞ്ചെരുവിലെ തട്ടുതിരിച്ച കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന അരുവിയുടെ കുറുകെയുള്ള പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭൂപ്രകൃതി നമ്മളെ വല്ലാതെ കൊതിപ്പിക്കും. 400 പടികൾ കയറി ഞാൻ വിഷമിച്ച് എൻട്രൻസിലേക്ക് തിരികെ എത്തി. അവിടെ എത്തുമ്പോൾ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അവരെ അകത്തേക്ക് വിടണമെങ്കിൽ ഒരു മുണ്ടുടുക്കണം. പാൻസും ഷോർട്ട്സും ആധുനിക വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് നമുക്ക് ബാലിയിൽ ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് പോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു ലുങ്കി നമ്മൾ ആ വസ്ത്രത്തിന് മുകളിൽ ധരിച്ചെങ്കിൽ മാത്രമേ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് വിടുകയുള്ളൂ. ബാലിയിലെ ഏത് ക്ഷേത്രത്തിലേക്ക് കടക്കണമെങ്കിലും ഇത്തരം ഒരു മുണ്ടുടുക്കണം. അതുകൊണ്ട് തന്നെ ആ മുണ്ട് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അത് മിക്കവാറും സ്ഥലങ്ങളിൽ അത് സൗജന്യമാണ്. ടിക്കറ്റ് എടുത്ത് കയറേണ്ടിടത്തൊക്കെ ടിക്കറ്റിനോടൊപ്പം ഈ മുണ്ടും കിട്ടും. 400-ലേറെ സ്റ്റെപ്സ് കയറി നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും താളർന്ന് അവശരായിട്ടുണ്ടാവും. ഗുനുങ്കാവിയുടെ പടിപ്പുര കടന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വഴിയോരങ്ങളിൽ മുഴുവൻ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന കടകളാണ്. രാവിലെ തന്നെ അവയെല്ലാം തുറന്ന് കച്ചവടക്കാർ കാത്തിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വയാൻ്റെ കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. യാത്ര തുടരണമെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. ഈ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള തുക ഇന്നലെ തന്നെ വയാൻ്റെ ടൂർ കമ്പനിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. യാത്രയിലുടനീളം നമ്മൾ കാണുന്നത് റോഡിൻ്റെ 2 വശത്തും ക്ഷേത്രങ്ങളാണ്. ഓരോ വീടിനോടും അനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങൾ, പിന്നെ പടിക്കെട്ടുകൾ, പടിപ്പുരകൾ ഒക്കെ. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ ബാലിനീസ് ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കെട്ടുപണഞ്ഞു കിടക്കുന്ന ആചാരങ്ങളുടെ ഒരു നാട് കൂടിയാണ് ബാലി. 70കളിലെ വടക്കൻ കേരളത്തിൻ്റെ ഒരു അങ്ങാടിയിലേക്ക് എത്തിയതുപോലെയാണ് ബാലിയുടെ ചില ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുക. ബാലിയിലെ ക്ഷേത്രങ്ങളിൽ ഉറഞ്ഞതുള്ളലും കനലാട്ടവും വെളിച്ചപ്പാടും ഒക്കെയുണ്ട്. കേരളത്തിലെ വടക്കൻ ജില്ലകളിലേതുപോലെ വലിയ തീക്കുണ്ടങ്ങളിലൂടെ നടക്കുന്ന പൂജാരിമാരും വെളിച്ചപ്പാടുകളും ഇവിടെയുണ്ട്. പക്ഷേ ജാതിപരമായ ഐത്തവോ തീണ്ടലോ ഒന്നും ബാലി ഹിന്ദുക്കൾക്കിടയിലില്ല. ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും എല്ലാം ഉണ്ടെങ്കിലും അവർ തമ്മിൽ തീണ്ടൽ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ഒരു വീടിന്റെ മുൻഭാഗം അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് വയനാട് കാർ അവിടെ നിർത്താൻ ഞാൻ പറഞ്ഞു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കാറിൽ നിന്നിറങ്ങി ഞാൻ ആ വീടിൻ്റെ മുന്നിലേക്ക് നടന്നു. കുരുത്തോലയും തെങ്ങോലയും പനയോലയും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു പടിപ്പുര. അതിമനോഹരമായ അലങ്കാരങ്ങളാണ്. ആർട്ടിഫിഷ്യലായതോ പ്ലാസ്റ്റിക്കിൻ്റേതോ ഒന്നുമില്ല. എല്ലാം നാട്ടുംപുറത്തെ വസ്തുക്കൾ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത്. എത്ര കുലീനമായ അലങ്കാരമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വീടിനുള്ളിൽ ഒരു വിവാഹം നടക്കുകയാണ്. ആ വീടിനുള്ളിലേക്കൊന്ന് കയറി ചെല്ലാനും വിവാഹത്തിലൊന്ന് പങ്കെടുക്കാനും അത് ചിത്രീകരിക്കാനും ഞാൻ തീരുമാനിച്ചു. ധൈര്യം സംഭരിച്ച് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്.
നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു പന്തലിന് സമീപത്തേക്കാണ്. കുറച്ച് ചെറുപ്പക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ വളരെ ഹൃദ്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതിഥികൾ വന്നാൽ വധൂവരന്മാർക്കുള്ള സമ്മാനങ്ങൾ ഏൽപ്പിക്കേണ്ട കൗണ്ടറാണത്. അത് കഴിഞ്ഞ് ചെല്ലുന്നിടത്ത് വധുവിൻ്റെയും വരൻ്റെയും പേരും ഫോട്ടോയും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ഓരോ വീടും. വരൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ പ്രാധാന്യത്തോടെ അവിടെ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു മണ്ഡപത്തിൽ ഒരു വൈദികനുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് പൂജാക്രിയകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ വന്നെത്തിയ അതിഥികളെ സ്വീകരിക്കുന്നു, അവരെ ഇരിപ്പിടങ്ങളിലേക്ക് ആനയിക്കുന്നു. ബാലിനി സ്ത്രീകളുടെ ആചാരപരമായ വസ്ത്രങ്ങളാണ് ഇവിടെയുള്ള സ്ത്രീകളെല്ലാം ധരിച്ചിരിക്കുന്നത്. വൈദികൻ മണ്ഡപത്തിലിരുന്ന് പ്രത്യേക വേഷഭൂഷാദികളോടെ ഉച്ചസ്ഥായിയിൽ മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നു. കയ്യിലൊരു മണിയുണ്ട്. അദ്ദേഹത്തിന് 2-3 സഹായികൾ ചുറ്റുമുണ്ട്. ആ വേദിയും പൂജാദ്രവ്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വ്യത്യസ്തമായൊരു അനുഭവമാണിത്. വൈദികന് കുടിക്കാനുള്ള പാനീയം കൊണ്ടെന്ന് വെച്ച ചില പാത്രങ്ങൾ ഒഴികെ ബാക്കി ആ മണ്ഡപത്തിൽ കാണുന്നതെല്ലാം ട്രഡീഷണലും നാച്ചുറലുമായ കാര്യങ്ങളാണ്. വീടിൻ്റെ പിൻഭാഗത്തെ തിണ്ണകളിലും വരാന്തകളിലുമെല്ലാം അതിഥികൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. അവരൊക്കെ വെടിവട്ടവുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബന്ധുക്കൾ ഒത്തുകൂടുന്ന ഒരു അവസരമാണല്ലോ ഇത്. എത്തിച്ചേർന്ന എല്ലാവർക്കും ചെറിയോരോ പാക്കറ്റ് കൊടുക്കും. അതിനുള്ളിൽ ലഘുഭക്ഷണവും കുടിക്കാനുള്ള വെള്ളമൊക്കെയാണ് ഉണ്ടാവുക. വന്ന് കയറി സമ്മാനം കൈമാറുന്ന ഉടനെ തന്നെ എല്ലാ അതിഥികൾക്കും ഓരോ പാക്കറ്റ് കൈമാറും. അതിഥികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദീർഘസമയത്തെ പൂജാവിധികളാണ് ഇവിടുത്തെ ഓരോ ട്രഡീഷണൽ വിവാഹത്തിൻ്റെയും ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇവിടെ എങ്ങും വധൂവരന്മാരെ നമ്മൾ കാണുന്നില്ല. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും കെട്ടിടങ്ങളുടെ തിണ്ണകളിൽ നിരന്നിരിക്കുന്നുണ്ടെങ്കിലും വധൂവരന്മാരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അവരെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പിന്നിലേക്ക് നടന്നു. ഈ ഇരിക്കുന്ന ആളുകൾക്കൊന്നും എൻ്റെ ഈ നടത്ത അസ്വാഭാവികമായി തോന്നുന്നില്ല. സ്വന്തം നാട്ടുകാരനാരോ വന്നിരിക്കുന്നുള്ള മട്ടിലാണ് അവർ പ്രതികരിക്കുന്നത്. അവർ അത്ഭുതത്തോടെയോ കൗതുകത്തോടെയോ എന്നെ നോക്കുന്നില്ല. ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പല വീടുകളാണ് കാണുക. ഒരൊറ്റ വീടിൻ്റെ ഭാഗം തന്നെയാണോ ഇത്, അതോ പല വീടുകൾ ചേർന്നതാണോ എന്ന് നമുക്കൊരു സംശയം തോന്നും. ഒരു ഭാഗത്ത് പുരുഷന്മാർ വട്ടമിട്ടിരുന്ന് കിട്ടിയ ലഘുഭക്ഷണം കഴിക്കുകയാണ്. അവരും ഫ്രണ്ട്ലിയാണ്. ഞാൻ വീണ്ടും തിരികെ ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ഇവിടെ എങ്ങും വധുവരന്മാരെ കാണുന്നില്ല. അവരെ അന്വേഷിച്ചാണ് എൻ്റെ നടത്തം. കൂടിയിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചെറിയൊരു കൗതുകം, എന്തിനാണ് ഇയാൾ ക്യാമറയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിലും അവരൊന്നും അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഏതാണ്ട് ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച നിരവധി സ്ത്രീകൾ അവിടെ നിരന്നിരിക്കുന്നു. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ഇവളുടെ പേര് മിന്നി എന്നാണ്. ഇവൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. ഞാൻ ചോദിച്ചു, വധുവരന്മാരെവിടെയാണ്? കൂടെ വന്നോളൂ, കാണിച്ചു തരാമെന്നായി അവൾ. അവൾ എന്നെ ഒരു വീടിൻ്റെ വാതിൽക്കലേക്ക് ഉണ്ട്. അവിടേക്ക് കയറി ചെല്ലാമോ എന്ന് മടിച്ചു നിന്ന് എന്നോട് ധൈര്യമായിട്ട് കയറി വന്നോളൂ എന്ന് മിന്നി പറഞ്ഞു. അവൾ തുറന്നു തന്ന വാതിലിലൂടെ ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അവിടെ അതാ വധൂവരന്മാരിരിക്കുന്നുണ്ട്. അവർക്കും ഭാവഭേദങ്ങളൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലിയാണ്. പേര് ചോദിച്ചു, പറഞ്ഞു തന്നു. വധുവിൻ്റെ പേര് റസ്മ, വരൻ്റെ പേര് ഫിയാന. ഞാൻ വിവാഹത്തിൻ്റെ ചില വിശേഷങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ നടക്കുന്നത് വിവാഹ ചടങ്ങ് മാത്രമാണ്. റിസപ്ഷൻ പരിപാടി പിന്നീടായിരിക്കും നടക്കുക എന്ന് പെൺകുട്ടി പറഞ്ഞു. വരനേക്കാൾ ധൈര്യവും ആത്മവിശ്വാസവും വധുവിനാണെന്ന് എനിക്ക് തോന്നി. അവളുടെ കിരീടവും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഒരു രാജകുമാരിയുടേത് പോലെയാണ്. അങ്ങനെ നിൽക്കെ ചടങ്ങുകൾ തുടരാൻ നേരമായി വധൂവരന്മാർ അവിടേക്ക് എത്തണമെന്ന് അറിയിപ്പ് വന്നു. ഉടനെ അവർ എഴുന്നേറ്റു. ഇന്ത്യയിലേതുപോലെ തന്നെ കർശനമായ ചിട്ടകളോടെ ആചാരങ്ങളോടെയാണ് ബാലിയിലും ഹിന്ദു വിവാഹങ്ങൾ നടക്കുന്നത്. പേവിവാഹൻ എന്നാണ് ഇവിടെ വിവാഹ ചടങ്ങുകൾ അറിയപ്പെടുന്നത്. മതാചാരപ്രകാരമല്ലാത്ത വിവാഹങ്ങൾ സാധുവായി ഇവിടുത്തെ ഹിന്ദു സമൂഹം അംഗീകരിക്കുന്നേയില്ല. ദിവസങ്ങൾ നീളുന്ന ചടങ്ങുകളോടെയാണ് ബാലിയിലെ വിവാഹ പ്രക്രിയ പൂർണ്ണമാകുന്നത്. വരൻ്റെ വീട്ടുകാർ വധുവിൻ്റെ വീട്ടുകാരോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും. മെസേഡക് എന്നാണ് ഈ ചടങ്ങുകളിലെ ആദ്യ ദിവസം അറിയപ്പെടുന്നത്. വധുവിൻ്റെ മാതാപിതാക്കളോട് വധുവിനെ നൽകണമെന്ന് വരൻ്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ അഭ്യർത്ഥിക്കുന്ന ദിവസമാണത്. നമ്മുടെ നാട്ടിലെ പെണ്ണുകാണൽ പോലെ ഒരു ദിവസം. വരൻ്റെ മാതാപിതാക്കൾ വരനോടൊപ്പം വധുവിൻ്റെ വീട്ടിലെത്തി അവളെ കാണുകയും വരനെയും വധുവിനെയും പരസ്പരം പരിചയപ്പെടുത്തുകയും ചെയ്യും. ഈ ദിവസം വീട്ടിലധികം ബന്ധുക്കളുണ്ടായിരിക്കില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും അവരുടെ മാതാപിതാക്കളും മാത്രമാണ് അന്നുണ്ടാവുക. അന്ന് വധുവിൻ്റെ മാതാപിതാക്കൾ വിവാഹ കരാറിന് സമ്മതിച്ചാൽ പിന്നീട് വാക്ക് മാറാൻ പാടില്ല. വിവാഹ സമ്മാനങ്ങളാണ് ഈ വള്ളിക്കൊട്ടയ്ക്കകത്തിരിക്കുന്നതെല്ലാം. നിലത്ത് പൂത്താലങ്ങൾ എല്ലാ കെട്ടിടത്തിൻ്റെ മുന്നിലുണ്ടാവും. മിന്നിയുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. വരനും വധുവും മണ്ഡപത്തിലേക്ക് കയറി നിന്നു. ഇനിയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുക. അതെല്ലാം തൊട്ടടുത്ത് തന്നെ നിന്ന് ചിത്രീകരിക്കാൻ എനിക്ക് അനുവാദം കിട്ടി. ഞാൻ ആ ചടങ്ങുകളെല്ലാം ചിത്രീകരിച്ചെടുത്തു. ഒരു വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പായി
പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വരുന്നത് വിവാഹ നിശ്ചയ ദിവസമാണ്. ദേവസ ആയു എന്നാണ് അതറിയപ്പെടുന്നത്. വിവാഹത്തിനുള്ള നല്ല ദിവസം നോക്കുക എന്നതാണ് ദേവസ ആയുവിൻ്റെ പ്രത്യേകത. നല്ല ദിവസം എന്ന് തന്നെയാണ് ദേവസ ആയു എന്ന വാക്കിൻ്റെ അർത്ഥം. വിവാഹ നിശ്ചയം വധുവിൻ്റെയോ വരൻ്റെയോ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് നിർബന്ധമില്ല. ഇരുകൂട്ടരും തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചോ പുരോഹിതൻ്റെ വീട്ടിൽ വെച്ചോ ദിവസം കുറിക്കാം. ഇന്ത്യൻ ഹിന്ദുക്കൾ നോക്കുന്നത് പോലെ ബാലിയിലെ ഹിന്ദുക്കളും വിവാഹത്തിനായി നല്ല നാൾ നോക്കും. അത്തരം ശുഭദിനങ്ങളിൽ തുടങ്ങുന്ന ദാമ്പത്യം ദീർഘമായതും യോജിപ്പുള്ളതും സമ്പന്നമായ ഗൃഹാന്തരീക്ഷമുള്ളതാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് മേമാടിക്ക് എന്ന് പറയുന്നൊരു ചടങ്ങാണ്. മിക്കവാറും വിവാഹ തീയതിക്ക് 3 ദിവസം മുമ്പായിരിക്കും അത്. അന്ന് വരൻ വധുവിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയം ഗ്രാമത്തിലെ മുതിർന്നവരും വധുവരന്മാരുടെ കുടുംബങ്ങളിലുള്ളവരും എല്ലാം അവിടെ ഉണ്ടാവും. അന്ന് വരൻ്റെ വീട്ടിൽ രസകരമായ ചില ചടങ്ങുകൾ നടക്കാറുണ്ട്. വധുവിനെ വരവേൽക്കുന്ന ചടങ്ങാണ് അതിലൊന്ന്. അതിൻ്റെ ഭാഗമായി വരൻ്റെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന ചെറിയൊരു ഘോഷയാത്ര വീടിന് മുന്നിലുള്ള വഴിയിലൂടെയോ മുറ്റത്തൂടെയോ ഒക്കെ നടത്തും. മെസഗേ അഗൂങ് എന്നാണ് ആ ഘോഷയാത്ര അറിയപ്പെടുന്നത്. പെണ്ണിൻ്റെ അമ്മായിയമ്മയാകാൻ പോകുന്ന സ്ത്രീയായിരിക്കും ആ ഘോഷയാത്ര നയിക്കുന്നത്. തുടർന്ന് വരൻ്റെ മാതാപിതാക്കൾ വധുവിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. പുരോഹിതരോ ഗ്രാമത്തിലെ മുതിർന്നവരോ വരനോടും വധുവിനോടും വിവാഹത്തിന് വിധേയരാകാനുള്ള അവരുടെ കഴിവിനെക്കുറിച്ചും മറ്റും സംസാരിക്കും. വിവാഹിതരാകാൻ പരസ്പരം സമ്മതമാണോ എന്ന് പരസ്യമായിട്ട് ചോദിക്കുന്നതും ഈ സമയത്താണ്. മെസേക്കപ്പൻ എന്നും മേസാപ്പൻ എന്നും വിളിക്കുന്ന പ്രധാന ദിവസമാണ് വിവാഹ ദിനം. അന്ന് പുരോഹിതരും ഗ്രാമത്തിലെ പ്രധാനികളും എല്ലാം വിവാഹവേദിയിലുണ്ടാവും. മിക്കവാറും വധുഗൃഹത്തിൽ വെച്ചായിരിക്കും വിവാഹം നടക്കുക. വധുവരന്മാരെ തീർത്ഥം തളിച്ച് അവരുടെ ദേഹവും ആത്മാവും ശുദ്ധീകരിക്കുന്നൊരു ചടങ്ങാണ് ആദ്യം നടക്കുക. കാലാസപ്പേൻ എന്നൊരു ചടങ്ങാണ് അടുത്തത്. പൂക്കളും മറ്റും ഒരുക്കി വെച്ച് ദൈവസങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കുടയ്ക്ക് ചുറ്റും വധുവരന്മാർ 3 തവണ വലം വയ്ക്കും. ഇങ്ങനെ വലം വെക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾ തമ്മിൽ സ്പർശിക്കണം എന്നാണ് നിയമം. അടുത്തതായി ദഗാങ് ദഗൻ എന്നൊരാചാരമുണ്ട്. അതിൽ വധുവും വരനും കച്ചവടക്കാരിയും വാങ്ങലുകാരനുമായി മാറുന്നു. പഴങ്ങളും മധുരപലഹാരങ്ങളും വിലപിടിച്ച വസ്തുക്കളും ഒക്കെ നിറച്ച ഒരു കുട്ട വധു കൊണ്ടുവരും. വരൻ ഒരു തുക നൽകി അത് വാങ്ങും. തുസുക് ടിക്കെ എന്നൊക്കെ പേരിട്ടിരിക്കുന്ന പല ചടങ്ങുകൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വധുവരന്മാർക്ക് ചുറ്റും സ്ത്രീകളുടെ സാന്നിധ്യമാണ് കൂടുതൽ. ഇതേ സമയത്ത് കുടുംബക്ഷേത്രത്തിൻ്റെ തിണ്ണയിൽ പൂജാരിക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. അദ്ദേഹം കാത്തിരിക്കുകയാണ്. കിരീടമൊക്കെ വെച്ച് നിരവധി രുദ്രാക്ഷ മാലകളൊക്കെ ചാർത്തി പ്രത്യേക ആടയാഭരണങ്ങളോടെയാണ് പൂജാരിയുടെ ഇരിപ്പ്. ഇവിടെ വൈദികർക്ക് ആദരണീയമായ ഒരു സ്ഥാനമുണ്ട്. വിവാഹത്തിൻ്റെ അവസാനഘട്ട ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദീർഘമായ ചടങ്ങുകളാണ്. ഇതിനെല്ലാം പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് സംഗീതജ്ഞരുണ്ട്. ബാലിനി സംഗീതമാണ് അവിടെ നിന്ന് വരുന്നത്. 2 കലാകാരന്മാർ ചേർന്നാണ് അത് ആലപിക്കുന്നത്. ഗ്യാമലിൻ എന്നാണ് ഈ സംഗീതോപകരണത്തിൻ്റെ പേര്. ബാലിയിലെ എല്ലാ പ്രധാന കലാപരിപാടികളുടെയും പശ്ചാത്തലത്തിൽ ഗ്യാമലിൻ വാദകരുണ്ടാവും. വിവാഹ മണ്ഡപത്തിൽ നിന്ന് കുറച്ചകലെ ഒരു വീടിൻ്റെ ഒഴിഞ്ഞ തിണ്ണയിലിരുന്നാണ് കലാകാരന്മാർ സംഗീതം പൊഴിക്കുന്നത്. അവരുടെ അടുത്ത് തന്നെ മൊബൈൽ ഫോണിൽ നോക്കിയും ഈ വിരസമായ പരിപാടി ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തിലും സ്ത്രീ പുരുഷന്മാരെല്ലാം നിരന്നിരിക്കുന്നുണ്ട്. എന്നാൽ വിവാഹ മണ്ഡപത്തിലാവട്ടെ വളരെ ഗൗരവതരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് അവരെ അവിടെ വിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു. പുരോഹിതൻ ഈ സമയത്ത് മണി കിലുക്കിക്കൊണ്ട് മന്ത്രോച്ചാരണങ്ങളോടെ എന്തൊക്കെയോ പൂജകൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വിശ്രമിക്കും, എന്തോ പാനീയം കുടിക്കും. പുലർകാലത്ത് തന്നെ തുടങ്ങിയ ചടങ്ങുകളാണല്ലോ. അദ്ദേഹം ക്ഷീണിച്ചിരിക്കുന്നു. കയറി വന്ന ഭാഗത്തേക്ക് തിരികെ എത്തുമ്പോൾ ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ഇവിടെയാണ് ആളുകൾ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന സ്ഥലം. അത് കൊണ്ടുവന്ന് വെക്കുന്നവർക്കെല്ലാം ഓരോ പാക്കറ്റ് ലഘുഭക്ഷണം അവിടെ നൽകും. അപ്പോഴതാ കുറേ സ്ത്രീകൾ, അയൽക്കാരികളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം, തലയിൽ സമ്മാനക്കൂടകളുമായിട്ട് കയറി വരുന്നു. ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ട്രഡീഷണലായ ബാലിനീസ് വസ്ത്രം ധരിച്ചിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പുരുഷന്മാരുടേതിനേക്കാൾ സ്ത്രീകളുടെ വസ്ത്രമാണ് കൂടുതൽ ട്രഡീഷണൽ. പണ്ട് എസ് കെ പൊറ്റക്കാട് ഈ നാട് സന്ദർശിച്ച കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അന്ന് മേൽവസ്ത്രം സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ സമ്മാനങ്ങളുമായി വരുന്ന സ്ത്രീകൾ ഓരോരുത്തരും ആ സമ്മാനം അവിടെ ഏൽപ്പിച്ചതിന് ശേഷം കയ്യിൽ ഒരു സ്റ്റിക്കർ പതിപ്പിച്ച് വാങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സമ്മാനങ്ങൾക്കെല്ലാം കണക്ക് വയ്ക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഈ സമ്മാനം നൽകുന്ന ഒരു ഉപചാരം എന്നതിനേക്കാൾ നിർബന്ധമായ കീഴ്വഴക്കം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ഗ്രാമങ്ങളിൽ അതിന് കൃത്യമായ കണക്കും സൂക്ഷിക്കുന്നുണ്ട്. ഓരോ സ്റ്റിക്കർ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളിലെല്ലാം ഒട്ടിക്കുന്നു.
ഒപ്പം ഒരു സ്റ്റിക്കർ അവരുടെ കയ്യിൽ ഒട്ടിച്ചു വിടുന്നുണ്ട്. ഇത്തരം വിവാഹ ചടങ്ങുകളിൽ മാത്രമല്ല, ഒരു വീട് സന്ദർശിക്കുന്ന അവസരത്തിലും വീട്ടിൽ നടക്കുന്ന മറ്റു ചില ചടങ്ങുകളുടെ ഭാഗമായും ഒക്കെ സന്ദർശകരായി എത്തുന്ന ഒരു സമ്മാനം കൂടെ കൊണ്ടുപോകുക പതിവാണ്. ആ സമ്മാനങ്ങൾ പൂക്കളുടെ ഒരു ബൊക്കയാവാം, ചിലപ്പോൾ വൈൻ തന്നെയാവാം, അതല്ലെങ്കിൽ ചോക്ലേറ്റോ അങ്ങനെയുള്ള മധുരപലഹാരങ്ങളാവാം, അതുമല്ലെങ്കിൽ വീട്ടുകാർക്ക് താല്പര്യമുള്ള എന്ത് സമ്മാനങ്ങളും ആകാം. ഞാൻ ആ വിവാഹ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വഴിയരികിലും കുറേ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളും പരമ്പരാഗതമായ ശൈലിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ക്ഷേത്രക്കെട്ടുകളും മതിലും എല്ലാം. മുറ്റത്തൊരു ചെന്തെങ്ങും ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ടാവും. വീടുകളെല്ലാം ഇന്നും പഴയകാല ശൈലിയിൽ തന്നെ നിലനിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പാരമ്പര്യ തനിമ നിലനിർത്തുന്ന ഇത്തരം ഗ്രാമങ്ങളിലൂടെ, ഇത്തരം നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ പാരമ്പര്യത്തെയും ഭൂതകാലത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നത്.